ഒരു സഹാബി കടയടച്ചു പോകുന്ന നേരത്തെ ഒരു യഹൂദൻ വന്നിട്ട് അത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിൽക്കാൻ പറഞ്ഞു, തരാൻ പറഞ്ഞു. ഈ സഹാബി പറഞ്ഞു, സഹോദരാ, കഴിയുമെങ്കിൽ ആ കാണുന്ന കടയിൽ, ആ വളവിന്റെ അപ്പുറത്ത് കാണുന്ന കടയിൽ പോയിട്ട് അത് വാങ്ങണം. 1/2 കിലോമീറ്റർ ഉണ്ടെന്ന് കൂട്ടിക്കോളി. പണ്ടിങ്ങനെ ഷട്ടർ ഇട്ട റൂമൊന്നും സൂപ്പർ മാർക്കറ്റ് ഒന്നും സഹാബത്തിന്റെ കാലത്തില്ല. അതുകൊണ്ട് അവിടെ പോയി നിങ്ങൾ ഇത് വാങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ചൂടായി. നിനക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് നീ എന്തിനാ എന്നോട് അവിടുന്ന് വിൽക്കാൻ പറയണത്? ഞാൻ അവിടെ വരെ നടക്കേണ്ട കാര്യം എന്താ? അപ്പൊ അയാൾ പറഞ്ഞു, മറ്റൊന്നും ഉണ്ടായിട്ടല്ല, തിരക്ക് കൂട്ടിയതുകൊണ്ടല്ല, എനിക്ക് വീട്ടിൽ പോകാനുള്ള, ഭാര്യയുടെ അടുത്തേക്ക് എത്താനുള്ള ആ തത്രപ്പാടല്ല ഇതിന്റെ പിന്നിൽ. അൽഹംദുലില്ലാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ റാഹത്തായിരുന്നു. എനിക്ക് ഒരുപാട് കച്ചവടം നടന്നു. പക്ഷെ ആ സഹോദരന്റെ കടയിലേക്ക് ഒരാൾ പോലും കയറുന്നത് ഞാൻ കണ്ടില്ല. ഇന്ന് അവന്റെ വീട് പട്ടിണിയാണ്. അവന്റെ ഭാര്യ ഇന്ന് ഒലിവും എണ്ണയുമായി വരുന്ന, ഗുബൂസിന് വേണ്ടി പൊടിയുമായി വരുന്ന ഭർത്താവിനെ കാത്തിരിക്കുമ്പോൾ വെറു കൈയോടുകൂടി ചെല്ലണം. അതേപോലെ തന്നെ അവന്റെ മക്കൾക്ക് ആരൊക്കെ ഉണ്ടോ ഉപ്പയുടെ കയ്യിൽ നിന്ന് അന്വേഷിക്കും. കൊട്ടൻ ചുക്കാതി കുഴമ്പുണ്ടോ എന്ന് ഭാര്യയുടെ അമ്മ അന്വേഷിക്കും. വലിയ ഫാമിലിയാ. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവന് കച്ചവടം നടന്നിട്ടില്ല. എന്നാൽ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവന് കച്ചവടം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ 2 തരം കടകളാണ് നടത്തുന്നത്. ഇവിടെയുള്ളത് അവിടെ ഇല്ല, അവിടെയുള്ളത് ഇവിടെ.